പെട്ടെന്ന് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ, വ്യവസ്ഥകളും സമഗ്രതയും എന്നുള്ളതാണ്. അതിൻ്റെ ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങളുടെ തത്വങ്ങളെ, അതിൻ്റെ ഒരടിസ്ഥാനത്തെക്കുറിച്ച് ബഹുമാന്യനായ അബ്ദുള്ള മൗലവി സവിസ്തരം പ്രഖ്യാപിച്ചിട്ടുണ്ട്, നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ ചില നിയമങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ആദ്യമായി ഓതി വെച്ച ആയത്ത് നേരത്തെ മുന്നേ സംസാരിച്ചവരിലും ആദ്യമായിട്ട് ഇസ്ലാമികത്തിൽ മതപരമായിട്ട് നടന്ന ആദ്യത്തെ തെറ്റിനെക്കുറിച്ചും, ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കിയപ്പോഴാണ് ലോകത്ത് ആദ്യമായി തെറ്റ് സംഭവിച്ചത് എന്നുള്ളതാണ്. ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച ആ വേളയിൽ തന്നെയാണ് ആദ്യമായിട്ടൊരു തെറ്റും നടക്കുന്നത്. ഖുർആൻ പറയുന്നത് വനഫ്സിൻ വമാ സവ്വഹ, നിങ്ങളുടെ മനസ്സ് തന്നെയാണ് സത്യം. വമാ സവ്വഹ, അതിനെ സംവിധാനിച്ച രീതിയെ തന്നെയാണ് സത്യം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വഹ, ആ മനസ്സിന് അള്ളാഹു ബോധനം നൽകുന്നത് ഫുജൂറഹ, അതിൻ്റെ ദുഷ്ടതയെയും, വതഖ്വഹ, അതിൻ്റെ സൂക്ഷ്മതയെയുമാണ്. എന്നിട്ട് തുടർന്ന് പറഞ്ഞു ഖദ് അഫ്ലഹ മൻ സഖഹ, ആ മനസ്സിനെ സംസ്കരിച്ചെടുത്തവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സഹ, അതിനെ മലിനമാക്കിപ്പെടുത്തിയവൻ, അവനെ മലിനപ്പെടുത്തിയവൻ നശിച്ചുപോയി എന്നും ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഒരു വിശ്വാസിക്ക് എടുക്കാനുള്ള തീരുമാനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയാണ് ഖുർആൻ ആയത്തിലൂടെ പറയുന്നത്. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും, മനസ്സ് കളങ്കമാക്കിയപ്പെട്ടവൻ ശിക്ഷിക്കപ്പെടും. എന്നാൽ മനസ്സിനെ ശുദ്ധമാക്കിയവന് അള്ളാഹുവിൻ്റെ അടുത്ത് വിജയമുണ്ടാകും. തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് അള്ളാഹു മനസ്സിനെ മനുഷ്യൻ്റെ മനസ്സിനെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. മനുഷ്യ സഹജമായിട്ട് നമുക്ക് വരാവുന്ന തെറ്റുകൾക്ക് നിശ്ചിത ഘട്ടങ്ങളിലും നിശ്ചിത പരിധിയും കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഘട്ടങ്ങൾക്കനുസരിച്ച് ശിക്ഷാവിധികളും അതിൻ്റെ ന്യായങ്ങളും അതിൻ്റെ നിയമങ്ങളും മാറുന്നു എന്നുള്ളതാണ്. അള്ളാഹുവുമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന നിയമങ്ങളിൽ, അള്ളാഹുവുമായിട്ട് നമ്മൾ ചെയ്യേണ്ട ബാധ്യതകളിൽ ഭൗതികപരമായിട്ട് പ്രത്യേകിച്ചൊരു ശിക്ഷ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അള്ളാഹുവിനെ ആരാധിക്കാത്തവനെ അള്ളാഹു പ്രത്യേകിച്ചൊരു ശിക്ഷ പറയുന്നില്ല. അതെല്ലാം അള്ളാഹു എടുത്തു വച്ചിരിക്കുന്നത് പരലോകത്തേക്കാണ് എന്നുള്ളതാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ വീഴ്ച വരുമ്പോൾ, ആരാധനയിൽ വീഴ്ച വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വാഭാവികമായിട്ട് വരുന്ന വീഴ്ചകളിൽ ഇസ്തിഗ്ഫാർ, തൗബ എന്നിവ ഇസ്ലാം നമ്മൾ നിഷ്കർഷിക്കുന്നുണ്ട്. ഇതിൽ ശിക്ഷകളെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിൽ വ്യത്യസ്തമായ ശിക്ഷകളുണ്ട്. ഇതിൽ ആമുഖമായിട്ട് പറഞ്ഞു വെക്കാനുള്ളത്, ഇസ്ലാമിക ശിക്ഷ എന്നുള്ളത് ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്ത് ശരീഅ നിയമമനുസരിച്ച് പോകുന്ന ഒരു രാജ്യത്ത് മാത്രം ബാധകമാകുന്നതാണ് ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ. എന്നാൽ മറ്റ് രാജ്യങ്ങൾ, ബഹുസ്വര സമൂഹമായി ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ആ ശിക്ഷകളെക്കുറിച്ച് തികഞ്ഞ അവബോധമുണ്ടായിരിക്കണമെന്നുള്ളതാണ്. അവിടെ ഒരു കൊലപാതകത്തിന് മറുകൊലപാതകം എന്നുള്ള രീതി ഒരാൾക്ക് സ്വീകരിക്കുക എന്നുള്ളത് ഈ നാടിൻ്റെ നിയമസംഹിതയെയും ഇവിടുത്തെ ബഹുസ്വരതയെയും നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറും. അതുകൊണ്ട് ഇസ്ലാമിക ഭരണമുള്ളിടത്ത്, ഇസ്ലാമിക ശരീഅ നിയമങ്ങൾ അനുസരിച്ച് വിധി നടത്തുന്ന രാജ്യങ്ങളിലാണ് ഇസ്ലാമിൻ്റെ ഈ നിയമങ്ങൾ പരിപൂർണമാകുന്നത് എന്നുള്ളതാണ്. വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിനെ ബാധിക്കുന്ന, വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സുരക്ഷിതത്തെ ബാധിക്കുന്ന, അതിന് ഭീഷണിയാകുന്ന നിയമങ്ങളിൽ ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടി കാണുകയും അതിന് ശിക്ഷാ നടപടികൾ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾ തലമുറയിലേക്ക് പകർന്നു വരുന്നതിൻ്റെ ആ നടപടിയെയാണ് ഇസ്ലാം കൃത്യമായിട്ട് എതിർപ്പിക്കുന്നത്. ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളിൽ ഇസ്ലാം കാണുന്ന ഏറ്റവും വലിയ ഒരു രീതി എന്നുള്ളത്, ശിക്ഷ ഏൽപ്പിക്കുക എന്നതിലുപരിയായിട്ട് കുറ്റവാസനയുള്ള ആളുകൾക്ക് ശിക്ഷണം നൽകുക എന്നുള്ളതാണ് ഇസ്ലാമിക ശിക്ഷാരീതിയുടെ അർത്ഥശാസ്ത്രം. അതായത് ഒരാളെ ശിക്ഷിക്കണം എന്നല്ല ഇസ്ലാം പറയുന്നത്, കുറ്റവാസനയുള്ള ആളുകളുടെ ആ കുറ്റവാസന എടുത്തു കളയാവുന്ന തരത്തിലുള്ള നിയമങ്ങൾ അവരെ പഠിപ്പിച്ച് ശിക്ഷണ രീതിയാണ് ഇസ്ലാം പറയുന്നത്. എന്നാൽ ശിക്ഷകൾ കൂടി വരുമ്പോൾ ഈ ശിക്ഷണ രീതിയിൽ നിന്ന് മാറി അത് ശിക്ഷയിലേക്ക് തന്നെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
സൂറത്ത് ബഖറയിൽ അല്ലാഹു പറയുന്നുണ്ട്, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, തുല്യ ശിക്ഷ നൽകുന്നതിലൂടെയാണ് നിങ്ങളുടെ ജീവൻ്റെ നിലനിൽപ്പ് എന്നുള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ശിക്ഷാ നിയമങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പല ആളുകളും ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞ ആ മനുഷ്യനെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് മനുഷ്യാവകാശ നിയമം, ബാലാവകാശ നിയമം തുടങ്ങി ഒരുപാട് നിയമങ്ങൾ പിൽക്കാലത്ത് വരുന്നത്. ഒരു മനുഷ്യൻ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റം ചെയ്തവനെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ്. കോടതിയിൽ വക്കീലുമാർ പോലും പിന്നീട് ശ്രമിക്കുന്നത് കുറ്റം ചെയ്തവനെ സംരക്ഷിക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളതാണ്. ഇസ്ലാം ഒരു പരിധി വരെ ചെറിയ കുറ്റങ്ങൾക്ക് അവരെ സംരക്ഷിക്കേണ്ടത് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞാൽ അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. ചെറിയ ശിക്ഷകളിൽ, ചെറിയ കുറ്റങ്ങളിൽ അങ്ങനെയാണ് ഇസ്ലാം കാണുന്നത്. വലക്കും ഫിൽ ഖിസാസി ഹയാത്ത് എന്ന് പറഞ്ഞത് ഈ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നത് ഒരു മനുഷ്യനെ കൊന്നതിന് പകരമായി മറ്റൊരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ഇസ്ലാമിക ശരിയ നിയമം അതത് രാജ്യങ്ങളിൽ, ആ രാജ്യങ്ങളിലാണ് ഇത് ബാധകം എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അത് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നതിന് നല്ലതാണ്. അവിടെയാണ് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഈ ശിക്ഷാ നിയമങ്ങൾ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഞാനൊരു 3 കാര്യങ്ങൾ ഈ റീസെൻ്റ്ലി നമ്മുടെ കേരളത്തിൽ നടന്ന 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, കഴിഞ്ഞ ദിവസം കരുവാരക്കുണ്ടിൽ നടന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ കൊലപാതകവും അതൊരു കൊലപാതകിയും. അതൊരു വലിയ നടുക്കുന്ന സംഭവമാണ്. ആ കുടുംബത്തിന് ആ വിഷമം എത്രത്തോളം കാലം താങ്ങാൻ കഴിയും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. അതൊരു വിഷയമാണ്. രണ്ടാമതായിട്ട്, ഈ അടുത്ത് കോഴിക്കോട് നിന്ന് ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ കയ്യിലുള്ള ലഹരി വസ്തുക്കൾ അയാൾ ബീച്ചിൽ ഉണക്കാനിട്ട് അദ്ദേഹം ലഹരി വസ്തുവും ഉപയോഗിച്ച് ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റ് വളരെ സൂര്യൻ്റെ വെളിച്ചം കിട്ടിയപ്പോൾ ഏതോ ന്യൂസ് ചാനൽ ലൈവായിട്ട് കൊടുക്കുമ്പോഴും ഈ ചെറുക്കൻ അവിടെ കിടന്നുറങ്ങുകയാണ്. ലഹരി വസ്തുക്കൾ അവൻ്റെ ഒരു സാധാരണ ഗാന്ധിജിയൊക്കെ പറഞ്ഞില്ലേ, ഒരു വസ്ത്രം ഉണക്കാനിട്ട് കൊണ്ടാണ് ഗാന്ധിജി നടന്നിരുന്നത്. ഇന്ന പോലെ ഇവൻ ഉണക്കാനിടുന്നത് കഞ്ചാവിൻ്റെ ചെടികളും അതിൻ്റെ ഇതാണ്. വളരെ സുലഭമായിട്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. മൂന്നാമതായിട്ട്, ഈ അടുത്ത് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് തടവ് ശിക്ഷയിൽ അനുഭവിക്കുന്ന ആളുകളുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. 566 രൂപ എന്താക്കി വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് ഇപ്പോഴുള്ള നിയമം. 3 സംഗതികൾ. നിയമം എന്നുള്ളത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ, അതല്ലെങ്കിൽ ഒരു കാര്യത്തിനുള്ള ശിക്ഷ എന്നുള്ളത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ കുറ്റകൃത്യങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. 10 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചൊരു വ്യക്തി അയാളുടെ ശിക്ഷ കഴിഞ്ഞ് ഇന്ത്യൻ നിയമപ്രകാരം തിരിച്ചു വരുമ്പോൾ അയാളുടെ കയ്യിൽ ഇപ്പോൾ 566 ആണെങ്കിൽ പോലും ഒരു 10 വർഷം കഴിയുമ്പോഴത്തേന് ഇങ്ങനെയുള്ള നല്ല ഭേദഗതികൾ നടത്തുമ്പോൾ അത് ചിലപ്പോൾ 1000-ലേക്ക് എത്തിയാൽ ഒരു 25 ലക്ഷം രൂപ അയാൾക്ക് ലഭിക്കും. അയാൾ പുറത്തിറങ്ങുമ്പോൾ അയാൾക്കൊരു വീട് വെക്കാം, സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഞാനിത് ഒരിക്കലും ഇന്ത്യൻ നിയമത്തെ പഴിചാരുകയോ അതിനെ അപകീർത്തിപ്പെടുത്തുകയോ അതൊരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് ചെയ്യാവുന്നതല്ല. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. എങ്കിൽ പോലും ഇസ്ലാമിക നിയമത്തിൻ്റെ എത്രത്തോളമാണ് ഇസ്ലാമിൻ്റെ നിയമത്തിൻ്റെ സമഗ്രത എന്ന് പറയാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യനെ കൊന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റത്തിന് ഒരാൾ 10 വർഷമോ 15 വർഷമോ തടവിൽ കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്നത് 25-30 ലക്ഷം രൂപയാണ് എങ്കിൽ ഈ പണം എവിടെ നിന്നാണ് കിട്ടുന്നത്? അതായത് ഒന്നുകിൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങൾ അടച്ച ടാക്സോ, ആ കുടുംബങ്ങൾ നിത്യോപയോഗത്തിനായിട്ട് കൊടുത്ത ടാക്സുകൾ, പെട്രോൾ അടിച്ചതായിട്ട് സാധനങ്ങൾ വാങ്ങി, ഈ ടാക്സിൻ്റെ അംശത്തിൽ നിന്ന് ഇയാൾക്ക് അങ്ങോട്ട് കൊടുക്കുന്ന രീതിയാണ്. നമ്മൾ പൊതുജനങ്ങളുടെ പണത്തിൽ നിന്ന് ഒരാൾക്ക് അത്രയും രൂപ കിട്ടുന്നുണ്ട് എങ്കിൽ ഇവിടെ ശിക്ഷയാണോ അതോ ശിക്ഷണമാണോ അതോ കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കലാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളിൽ
പ്രധാനപ്പെട്ട ഒന്ന് കൊലക്കുറ്റമാണ്. ഇസ്ലാമിൻ്റെ ശിക്ഷാ നിയമങ്ങളിൽ ഞാൻ വീണ്ടും പറയുന്നു, ശരിയാ നിയമങ്ങൾ അനുസരിക്കുന്ന രാജ്യത്താണ് അത് വേണ്ടത് എന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവതല്ല. എങ്കിൽ പോലും കുറ്റം ചെയ്യുന്ന വ്യക്തിയെയാണ് ഇസ്ലാം ഇവിടെ ഈ ഖുർആനിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒരു മനുഷ്യനെ കൊന്നാൽ അയാളെ തിരിച്ചു കൊല്ലാനുള്ള അവകാശം ആ മനുഷ്യന് കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്കാണുള്ളത്. അതൊരു സമൂഹത്തിലെ നിലനിൽപ്പാണ് എന്നുള്ള പറയുന്നത്. ഇത് പ്രാകൃതമായൊരു നിയമമാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ക്രിമിനൽ ഇൻഡെക്സ് എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് വെനസ്വേല, ഹൈത്തി, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ. അതിലേറ്റവും താഴെ തട്ടിലേക്ക് നോക്കുമ്പോൾ അറബ് രാജ്യങ്ങളൊക്കെ അതിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ 100ാമത്തെ ഈ അങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ അറബ് രാജ്യങ്ങളുടെ ക്രൈം ഇൻഡെക്സിൽ കുറവാണ് എന്നുള്ളതാണ്. ആളുകളുടെ സ്വൈരമായ ജീവിതം സാധ്യമാകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ അറബ് രാജ്യങ്ങൾ മുൻപിലാണ്. എല്ലാ അറബ് രാജ്യങ്ങളുമല്ല. ഇസ്ലാമിക നിയമം അനുസരിച്ച് നിൽക്കുന്ന സൗദി അറേബ്യയും ഖത്തർ പോലെയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് അതിൽ കാണാനിടയുണ്ടായി. അപ്പം അതുകൊണ്ട് ലോകത്ത് കുറ്റകൃത്യങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 77ാമത്തെ സ്ഥാനമാണ്. അത് കൂടി വന്നു എന്നുള്ളതാണ്. മുമ്പ് 100ന് പുറകിലായിരുന്ന ഇന്ത്യ ഇപ്പോൾ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ 77 സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു വർഷത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന വലിയ കൊലപാതകങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 28,000 30,000 എന്നുള്ളതാണ് കണക്ക്. ഇതിൽ ഇസ്ലാം വെക്കുന്ന നിയമം ഒരു മനുഷ്യനെ അനർഹമായി കൊന്നാൽ, അനർഹമായി കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് കൊല്ലാനുള്ള അർഹതയുള്ള സന്ദർഭങ്ങളുണ്ട്, ഇല്ലാത്ത സന്ദർഭങ്ങളുണ്ട്. അനർഹമായൊരു മനുഷ്യനെ കൊന്നാൽ അയാളെ തിരിച്ച് കൊല്ലണം എന്നുള്ളതാണ്. അതവരുടെ ബന്ധുക്കൾക്കാണ്. ഭരണാധികാരികൾക്കതിന് ന്യായമായി വിധിക്കാം. എന്നാൽ ആ മനുഷ്യനെ കൊല ചെയ്യാതിരിക്കാൻ ബന്ധുക്കൾക്ക് അവകാശമുണ്ട്. അവരുടെ ബന്ധുക്കൾ പറയുകയാണ്, ഞങ്ങൾക്ക് ഇയാൾക്ക് പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ പോലും അയാളിൽ നിന്ന് വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് ഈ മരണപ്പെട്ട ബന്ധുക്കൾക്ക്, അതിൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് നൽകണമെന്നുള്ളതാണ്. അയാൾ പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ പോലും നഷ്ടപരിഹാരം ഇവർ സ്വീകരിക്കണമെന്നുള്ളതാണ്. നമ്മൾ പല ആളുകൾക്കും നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് കുടുങ്ങിയ ആളുകൾക്ക്, ജയിലിൽപ്പെട്ട ആളുകൾക്ക് പണം അയച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് ഒരു വിവാദമായ പ്രശ്നങ്ങളിലും ഒരു പെൺകുട്ടിയുടെ കേസിലുമൊക്കെ ഇതിൽ ഇടപെട്ട ആളുകളുണ്ടായിരുന്നു. ആ നിയമം എന്നുള്ളത് പിന്നീട് അവിടെ ഒരു കൊലപാതകം നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലറായിരുന്നത് ഇന്ത്യയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. 13 വയസ്സുള്ള UP-യിലുള്ള ഒരു ചെറുപ്പക്കാരനാണ് ലോകത്തറിയപ്പെടുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ. 12-11 പേരെ കണ്ടിന്യൂസ് ആയിട്ട് കൊലപ്പെടുത്തിയ ഒരാൾ. ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ പകരം ഒരു തവണ കൊലപ്പെടുത്താം. 13 മനുഷ്യനെ കൊലപ്പെടുത്തിയ ഒരാളെ 13 തവണ കൊലപ്പെടുത്താൻ ഇന്ത്യയിലല്ല ലോകത്തൊരാൾക്കും കഴിയില്ല. അത് കഴിയുന്നത് അള്ളാഹുവാണ്. അതിനാണ് പരലോകത്തേക്ക് നമ്മൾ പോകുന്നത്. പരലോകത്ത് വരുമ്പോൾ അവ്വലുമ യുഖ്ള ബൈനന്നാസി യൗമൽ ഖിയാമ ഫിദ്ദിമ എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ കൊന്നതിൻ്റെ വിചാരണയാണ് പരലോകത്ത് ആദ്യം നടക്കുക. നമ്മളെന്തുകൊണ്ടാണ് കൊല്ലാത്തത്? ഇന്ത്യയിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരുപാട് പഴുതുകളുണ്ട്. നമ്മളൊരാളെ കൊല്ലാത്തത്, ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അത് വമൻ ഖത്തല, ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തെ മുഴുവൻ മനുഷ്യരെ കൊന്നതിന് തുല്യമാണ് എന്നുള്ള മനുഷ്യാവകാശത്തിൻ്റെ വലിയ പ്രഖ്യാപനം നടത്തിയ ഖുർആനിൻ്റെ ആളുകൾ ആയതുകൊണ്ടാണ്. നമുക്ക് ചിലപ്പോൾ ഒരാളെ കൊല്ലാൻ ദേഷ്യമുണ്ടായിരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ കൊല്ലില്ല. കാരണം ഇതിൻ്റെ ശിക്ഷ ഇതാണ് എന്ന് നമുക്കറിയാം. കൊലപാതകത്തിന് ഇസ്ലാം വെക്കുന്ന ശിക്ഷ അയാളെ തിരിച്ചു കൊലപാതകം ചെയ്യണമെന്നുള്ള, അയാളെ കൊല്ലണമെന്നുള്ളതാണ്. അത് ഇസ്ലാമിക ശരീഅത്തനുസരിക്കുന്ന ഭരണാധികാരികൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അതിന് ഒരു പറ്റം ആളുകൾ സാക്ഷിയാകണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട്. സൗദി അറേബ്യയിലൊക്കെ വെട്ടിക്കൊലപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. അത് കാണാൻ കഴിയുന്നത് ഒരു തെറ്റ് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ സമയം അധികമില്ലാത്തത് കൊണ്ട് രണ്ടാമത് വ്യഭിചാരമാണ്. വ്യഭിചാരത്തിന് ഇസ്ലാം വളരെ കനത്ത ഭാഷയിൽ ശിക്ഷ പറയുന്നുണ്ട്. വ്യഭിചരിച്ച സ്ത്രീക്കും പുരുഷനും 100 അടി വീതമാണ് ഇസ്ലാമിലെ ശിക്ഷാ നിയമം. ഇത് ഇസ്ലാം
ശരീഅത്തുള്ള സ്ഥലത്ത് ആണ് എന്നുള്ളത്. അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദി മിൻഹുമാ മിഅത ജൽദ. വ്യഭിചരിച്ച ആണിനെയും പെണ്ണിനെയും 100 അടി വീതം അടിക്കണം. എന്നാൽ ഇതിൽ ഒരു നിയമം കൂടിയുണ്ട്. ആ വ്യഭിചരിക്കുന്നത് വിവാഹിതരാണ് എങ്കിൽ അവരെ 100 അടി കൊടുക്കുന്നതിൻ്റെ അപ്പുറം അവരെ എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം. ഈ നിയമം വളരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കുന്നതൊക്കെ നമുക്ക് തോന്നാം. ഒരു സ്ത്രീയോ ഒരു പുരുഷനോ വ്യഭിചരിക്കുന്നതിലൂടെ വരാനിരിക്കുന്നൊരു തലമുറയും ആ കുടുംബവും ആ സമൂഹവും ആ നാടും പ്രത്യേകിച്ച് ആ ഒരു മതവിഭാഗം പോലും ക്രൂശിക്കപ്പെടുന്ന അവസ്ഥയാണുള്ളത്. മുമ്പ് ഒരു പ്രശ്നത്തിൽപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് ഇന്നും പറഞ്ഞു നടക്കാറുണ്ട്. അതല്ലെങ്കിൽ അവരുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവർ വളരെ നിന്ദ്യരായിട്ട് വളർന്നു വരും. അവർക്ക് മക്കളുണ്ടായാൽ പോലും ഈ മുന്നേ ഉണ്ടായിരുന്ന ഈ ഒരു പാട്, ഈ ഒരു കറ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശിക്ഷ വെക്കുന്നത് ഒരിക്കലും ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. കരണ്ടിൻ്റെ അടുത്തേക്ക് നമ്മുടെ മക്കളോട് നമ്മൾ പോകരുത് എന്ന് പറയുന്നത് അവൻ കരണ്ട് അടിച്ചിട്ടൊന്ന് വരട്ടെ എന്നുള്ളത് കൊണ്ടല്ല, അവൻ ആ കരണ്ടിൻ്റെ അടുത്തേക്ക് പോയി അപകടം പറ്റരുത് എന്നുള്ളതാണ്. ഇസ്ലാമിക നിയമവും ഇതാണ്. ശിക്ഷകൾ വെക്കുന്നത് ഒരാളെ ശിക്ഷിക്കാനുള്ളതിന് വേണ്ടിയല്ല, മറിച്ച് ആ ശിക്ഷകൾ വെക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പരിധി നിശ്ചയിക്കുന്നത് സാമൂഹികരുടെ നിലനിൽപ്പ് സാധ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രവാചകൻ്റെ അടുത്തേക്ക് പല ആളുകളും കേസുമായി വന്നിട്ടുണ്ട്. നബിയെ പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറയുന്നുണ്ട്, നബി ഞാൻ വ്യഭിചരിച്ച് പോയിട്ടുണ്ട്. നബി അയാളിൽ നിന്ന് മുഖം ഇങ്ങോട്ട് തിരിച്ചു. അയാൾ വീണ്ടും പറഞ്ഞു. നബി അയാൾക്ക് ശ്രദ്ധയെ കൊടുക്കുന്നില്ല. 4 തവണയും പടഞ്ഞപ്പോൾ പ്രവാചകൻ അയാളോട് തിരിച്ചു ചോദിക്കുന്നത്, നീ എന്താ ഭ്രാന്തനാണോ ഇങ്ങനെ വിളിച്ചു പറയാൻ? ആ മനുഷ്യൻ അവൻ്റെ സങ്കടത്തിൻ്റെ ആ കനലുകൊണ്ട് വീണ്ടും പറഞ്ഞു, നബിയെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എനിക്ക് ശിക്ഷ നൽകണമെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, പ്രവാചകൻ ചോദിക്കും, താങ്കൾ വിവാഹിതനാണോ? അതെ. സ്വഹാബത്തിനോട് പറഞ്ഞു, ഇയാളെ കൊണ്ടുപോയി എറിഞ്ഞു കൊല്ലുക എന്നുള്ളത്. ഒരു വിധി പ്രവാചകൻ്റെ അടുത്തേക്ക് എത്തിയാൽ, ഒരു കേസ് പ്രവാചകൻ്റെ അടുത്തെത്തിയാൽ പ്രവാചകൻ അത് പരമാവധി പ്രവാചകൻ പോലും അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു വരുന്ന പല ചരിത്രങ്ങൾ നമുക്ക് കാണാം. എന്നാൽ അത് കുറ്റകൃത്യം ചെയ്തൊരു വ്യക്തി അത് സമ്മതിക്കുകയാണ് എങ്കിൽ അയാൾക്ക് ശിക്ഷ വിധിക്കൽ പ്രവാചകൻ്റെ പേരിൽ ബാധ്യതയായതുകൊണ്ടാണ്. ഒരു വ്യഭിചാരം നമ്മൾ കണ്ടാൽ അത് നമ്മൾ മറ്റൊരാളോട് പറയണമെങ്കിൽ, അതല്ലെങ്കിൽ അതൊരു ഭരണകൂടത്തെ അറിയിക്കണമെങ്കിൽ മിനിമം 4 സാക്ഷികൾ വേണമെന്നുള്ളതാണ്. 4 സാക്ഷികളില്ല എങ്കിൽ ഒരിക്കലും അത് പുറത്ത് പറയാൻ പാടില്ല. അങ്ങനെ 4 സാക്ഷികളെ കൊണ്ടുവരാൻ കഴിയാത്ത ആളുകൾക്ക് അവർക്ക് പ്രത്യേകിച്ച് വേറെ ശിക്ഷയും ഇസ്ലാം പറയുന്നുണ്ട്. ഒരാളെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 80 അടി കൊടുക്കണമെന്നുള്ളതാണ്. പ്രവാചകൻ്റെ അടുത്തേക്ക് ഒരാളിങ്ങനെ വന്ന് പറഞ്ഞു, പ്രവാചകനെ, എൻ്റെ ഭാര്യ മറ്റൊരാളുമായിട്ട് ഇങ്ങനെയുള്ളൊരു വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് ഞാൻ കണ്ടു. പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒറ്റ കാര്യം അൽ ബയ്യിന എന്നുള്ളതാണ്. അതിന് തെളിവ് എന്താ എന്നുള്ളതാണ്. അപ്പോൾ തെളിവ് ഇല്ല എങ്കിൽ ഫഹദ്ദുൻ ഫി ലഹരിക, ഇനി അതിന് നിനക്ക് തെളിവ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എങ്കിൽ ഫഹദ്ദുൻ ഇലാ ലഹരിക, അടി നിനക്കാണ് കിട്ടുക എന്നുള്ളത്. ഇതേ ഒരു സമാനമായ സന്ദർഭത്തിൽ മറ്റൊരാൾ ചോദിച്ചു, നബിയെ അതിനിപ്പോൾ തെളിവ് കണ്ടെത്താൻ നിന്നാൽ ആ ആളുകൾ അവിടുന്ന് പിരിഞ്ഞു പോവില്ലേ എന്നാണ്. പ്രവാചകനാണ് പറഞ്ഞത്, തെളിവ് 4 പേര് തെളിവുണ്ടെങ്കിലേ, സാക്ഷികളുണ്ടെങ്കിലേ അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അതിനെ വിട്ടേച്ച് പോവുക എന്നുള്ളതാണ്. പിന്നീടും ഒരു മനുഷ്യൻ ഇതുപോലെ വളരെയധികം വാശി പിടിച്ചു പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് എൻ്റെ ഭാര്യ വ്യഭിചരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇസ്ലാമിക വിധി എന്നുള്ളത് ലിആൻ എന്നുള്ളതാണ് വിധി. ലിആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ 4 തവണ സാക്ഷ്യം വഹിക്കണം, ഞാൻ എൻ്റെ ഭാര്യ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് 4 തവണ സാക്ഷ്യം വഹിക്കുകയും 5ാമത്തെ തവണ അദ്ദേഹം ലിആൻ എന്ന് പറഞ്ഞാൽ ശാപപ്രാർത്ഥനയാണ്, സ്വയം ശപിക്കണം. ഞാൻ പറയുന്നത് തെറ്റാണ് എങ്കിൽ അതിനുള്ള ശിക്ഷ എനിക്ക് റബ്ബ് തരട്ടെ എന്നുള്ള പ്രാർത്ഥന. ഇതേപോലെ ആ സ്ത്രീ അതിനെ എതിർക്കുകയാണ് എങ്കിൽ, എൻ്റെ ഭർത്താവ് കളവ് പറയുകയാണ് എന്ന് ആ സ്ത്രീക്ക് 4 തവണ പറയുകയും ഇനി അദ്ദേഹം പറയുന്നത് സത്യമാണ് എങ്കിൽ അതിനുള്ള ശിക്ഷ എനിക്കും കിട്ടണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അവസാനത്തെ നിയമം. അതോ
വ്യഭിചാരാരോപണത്തിന് 4 സാക്ഷികൾ നിർബന്ധമാണ്. ആ 4 സാക്ഷികൾ പറയുകയും ഈ വ്യഭിചരിച്ച സ്ത്രീയോ പുരുഷനോ അത് അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്താൽ മാത്രമാണ് അവർക്ക് ശിക്ഷയുള്ളത് എന്നുള്ളതാണ് ആ കാര്യത്തിൽ. ഇനിയുള്ളത് അതേ കൂട്ടത്തിലുള്ള അപവാദ പ്രചരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരാളെക്കുറിച്ചിട്ട് ഇല്ലാത്തത് പറയുക, അതല്ല ഈ ഖദ്ഫുൽ മുഹ്സനാത്ത് എന്ന് പറയുന്നത് സ്ത്രീകളെക്കുറിച്ചോ പുരുഷന്മാരെക്കുറിച്ചോ ഇങ്ങനെയുള്ള വ്യഭിചാര ആരോപണം ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ട് അതിന് തെളിവുകളില്ല എങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. ഈ ശിക്ഷ എന്നുള്ളത് ഒരു മനുഷ്യന് 100 അടി അടിക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിയും ഈ വ്യഭിചാരത്തിലേക്ക് പോവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്വയം ആലോചിച്ച് നോക്കുക, ഞാൻ വ്യഭിചരിച്ച് കഴിഞ്ഞിട്ട് എന്നൊരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരാൾ 100 തവണ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ 100 തവണ വടിയെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ അവസ്ഥ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അത് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് വ്യഭിചാരത്തിലേക്ക് പോകാൻ കഴിയില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇസ്ലാമിൻ്റെ നിയമം എന്നുള്ളത് നടപ്പിലാക്കാനുള്ളതല്ല. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. നടപ്പിലാക്കാൻ വേണ്ടി മാത്രമുള്ള നിയമമല്ല, ആ തെറ്റിൽ നിന്ന് മനുഷ്യനെ തടയാനുള്ള ഒരു പരിധിയോ അല്ലെങ്കിൽ അവനെ പേടിപ്പെടുത്തുന്നതോ ആണ് ഈ ശിക്ഷകൾ എന്നുള്ളത്. 3-മത് മോഷണം എന്നുള്ളതാണ്. മോഷണ കുറ്റത്തിന് ഇസ്ലാമിലെ ശിക്ഷ അയാളുടെ കൈവിട്ടുക എന്നുള്ളതാണ്. എന്നാൽ ലാ തഖ്തഉ യദ സാരിക്കിൻ ഇല്ലാ ഫി റുബുഇ ദീനാരിൻ ഫസാഇദൻ, ഒരാൾ 4/1 ഒരു ദീനാറിൻ്റെ 4/1 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മോഷ്ടിച്ചെങ്കിൽ മാത്രമേ അയാളുടെ കൈവെട്ടാൻ പാടുള്ളൂ. ഒരു പരിധിയുണ്ട് ഇതിനൊരു പരിധിയുണ്ട്. അത് ഇസ്ലാമിക നിയമമുള്ള സ്ഥലങ്ങൾക്കനുസരിച്ചാണ്. അന്നനബിയ ഖതഅ ഫീ മിജന്നിൻ സമനുഹു 3 ദറാഹിം, 3 ദിർഹം വിലയുള്ള ഒരു പരിച കട്ടതിൻ്റെ പേരിൽ പ്രവാചകൻ ഒരു മനുഷ്യൻ്റെ കരം ഛേദിച്ചിട്ടുണ്ട് എന്നും. പിന്നീട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ലാ ഖത്അ ഫീ സമരിൻ വലാ കസരിൻ, ഒരാൾ വിശപ്പിന് വേണ്ടി കട്ടെടുത്ത പഴങ്ങൾ തിന്നാൽ അയാളുടെ കൈവെട്ടേണ്ടതില്ല. അത് ഒരു ഈന്തപ്പനയുടെ പഴമോ അല്ലെങ്കിൽ ഈന്തപ്പനയുടെ ചോറോ കട്ടെടുത്താൽ അതിലൊന്നും അയാൾക്കില്ല. അതുപോലെ തന്നെ വിശപ്പിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ കട്ടെടുക്കുന്നതിന് അയാൾക്കില്ല. വിശപ്പ് മാറിയിട്ട് വീണ്ടും കട്ടെടുക്കുമ്പോഴാണ് അയാൾക്കതിൻ്റെ ശിക്ഷയുള്ളത് എന്നുള്ളതാണ്. സഫ്വാൻ ഇബ്നു ഉമൈക്കിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തലപ്പാവ് മോഷ്ടിച്ചൊരു വ്യക്തിയുടെ കൈവെട്ടാൻ നബി അദ്ദേഹത്തോട് വിധി പറയുന്നുണ്ട്. ഇദ്ദേഹം തന്നെ വന്ന് പറഞ്ഞു, സഫ്വാൻ അദ്ദേഹത്തിൻ്റെ തലപ്പാവ് ഒരാൾ മോഷ്ടിച്ചു, പ്രവാചകൻ പറഞ്ഞു അയാളുടെ കൈവെട്ടണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന് വളരെ വിഷമം തോന്നി. അദ്ദേഹം പറഞ്ഞു, നബിയെ അയാൾക്ക് ആ ശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുക്കണം എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞത്, ഹല്ലാഖാന ദാലിക ഖബല അൻ തഅതിയ ബിഹി, എൻ്റെ അടുത്തേക്ക് ഇയാളെ കൊണ്ടുവരുന്നതിന് മുമ്പ് നിനക്കതാണ് പുറത്തു കൊടുത്തുകൂടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ ഒരിക്കലും ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി കാതോർപ്പിച്ച് കുത്തിരിക്കുന്ന ആളായിരുന്നില്ല. പ്രവാചകൻ ആ ശിക്ഷകളെ എത്രത്തോളം ലഘൂകരിക്കാൻ കഴിയുമോ, പ്രവാചകൻ്റെ അടുത്തേക്ക് ആ ശിക്ഷ എത്താതിരിക്കാൻ കഴിയുമോ എന്ന് ശ്രദ്ധിച്ചതായിരുന്നു ഇസ്ലാമിക നിയമം എന്നുള്ളതാണ്. പ്രവാചകൻ്റെ അടുത്തേക്ക് വന്ന ഒരു സ്ത്രീ അതുപോലെ തന്നെ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു പോയി, അവർക്ക് ഗർഭധാരണമുണ്ടായി. പ്രവാചകൻ അദ്ദേഹത്തെ അവരുടെ വീട്ടുകാരുടെ കൂടെ തിരിച്ചയച്ചു. നീ പോയിട്ട് പിന്നെ വരാൻ പറഞ്ഞു. ആ സ്ത്രീ വീണ്ടും വന്നു. അപ്പോൾ പറഞ്ഞു, നീ പ്രസവിച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ആ സ്ത്രീ പ്രസവം കഴിഞ്ഞ് വന്നു. ആ സ്ത്രീയോട് പ്രവാചകൻ വീണ്ടും പറഞ്ഞു, നീ നിൻ്റെ കുഞ്ഞിനെ മുലയൂട്ടിയതിന് ശേഷം വരിക എന്ന് പറഞ്ഞു. ഇതെല്ലാം പ്രവാചകൻ പറയുന്നത് ഈ സ്ത്രീയുടെ ഈ പശ്ചാത്താപമുണ്ടല്ലോ, ഈ കാലയളവിൽ ഇങ്ങനെ പശ്ചാത്തപിച്ച് അവരങ്ങനെ പോകുമെന്നുള്ള പ്രതീക്ഷയിൽ ആ സ്ത്രീ വീണ്ടും വന്ന് ആ സ്ത്രീക്ക് ശിക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ആ സ്ത്രീ സ്വയം ശിക്ഷ ഏറ്റെടുത്ത് ആ സ്ത്രീയെ എറിഞ്ഞുകൊല്ലുകയാണുള്ളത്. എന്നിട്ട് പ്രവാചകൻ ആ മയ്യത്ത് നമസ്കരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഒരു വ്യഭിചാരിണിയായ ഒരു സ്ത്രീയുടെ മയ്യത്താണോ താങ്കൾ നമസ്കരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ അവർക്ക് കൊടുക്കുന്ന മറുപടി എന്നുള്ളത്, നബി പറയുന്ന മറുപടി വളരെ വിശദമായൊരു മറുപടിയാണ്. പ്രവാചകൻ പറയുന്നുണ്ട്, അവരുടെ പാപങ്ങൾ മുഴുവൻ, ഈ പശ്ചാത്താപം മുഴുവൻ മദീനയിലെ 70 പേർക്കിടയിൽ പങ്കുവെക്കുകയാണ് എങ്കിൽ അവരുടെ മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടുമായിരുന്നു. അള്ളാഹുവിന് വേണ്ടി സ്വയം മനസ്സിനെ ദാനം ചെയ്തൊരു സ്ത്രീയേക്കാൾ നല്ല ഒരാളെ ഉമറെ താങ്കൾക്ക് കാണാൻ സാധിക്കുമോ എന്ന് പറയുന്നുണ്ട്. ആ സ്ത്രീ കുറ്റമേറ്റുവാങ്ങിയത് മനസ്സിലുള്ള ആ വിഷമം കൊണ്ടാണ്. അങ്ങനെ പശ്ചാത്താപം സ്വീകരിക്കുന്ന ആളുകളുണ്ട്. കുറ്റവിമുക്തരാകുന്നത് എങ്ങനെ പറയാം, അവർ മരണത്തിലൂടെയാണെങ്കിലും ചിലപ്പോൾ അവർ കുറ്റവിമുക്തരാകുന്നത് ഈ പശ്ചാത്താപം സ്വീകരിക്കുന്നതിലൂടെയാണ്.
അല്ലെങ്കിൽ ആ ശിക്ഷ അവർ വാങ്ങുന്നതിലൂടെ അവർക്ക് അത് സ്വീകരിക്കാൻ കഴിയും. അവസാനമായിട്ട് മദ്യപാനത്തിന് ശിക്ഷ എന്നുള്ളത്, മദ്യപിച്ച് വന്ന വ്യക്തിയെ പ്രവാചകൻ 40 അടി അടിച്ചതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. വലീദ് ബിൻ ഉഖബയുടെ ചരിത്രത്തിലാണ് അങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിക്കുന്നൊരു സംഗതി, ഇദാ ദറബ അഹദുക്കും ഫൽയത്തഖിൽ വജ്ഹ, നിങ്ങളിങ്ങനെ ശിക്ഷയിൽ ഒരാൾ അടിക്കുകയാണെങ്കിൽ, അത് കടുത്ത ശിക്ഷയിൽ അടിക്കുകയാണെങ്കിൽ ഫൽയത്തഖിൽ വജ്ഹ, അയാളുടെ മുഖത്തടിക്കാതെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഒരടിയിലൂടെ ചിലപ്പോൾ 40 100 അടിയിലൂടെ അയാളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കാം. ഇസ്ലാമിക ശിക്ഷാവിധി പ്രകാരം ശിക്ഷ വിധിച്ചാൽ അയാളുടെ കുറ്റം അതിൽ നിന്ന് മാഞ്ഞു പോയിരിക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ പിന്നീട് അയാളുടെ മുഖത്തൊരു പാട്, ജനങ്ങൾ കാണുന്ന പ്രത്യക്ഷമായിട്ട് കാണുന്ന ഒരു പാട് പോലും ഇല്ലാതിരിക്കാൻ വളരെ സൂക്ഷ്മമായിട്ട് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയെ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല, മറിച്ച് ശിക്ഷകളുടെ കാഠിന്യം കണ്ട് സത്യവിശ്വാസികൾ അതിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ കുറയാനുള്ള കാരണമെന്നുള്ളത് അവിടുത്തെ ശിക്ഷയുടെ വലുപ്പം കണ്ടാണ്. നമ്മുടെ നാടുകളിൽ ഈ ശിക്ഷിക്കപ്പെട്ടവന് വേണ്ടിയിട്ട് വാക്തോരാതെ സംസാരിക്കുന്ന ആളുകൾ ഒരിക്കലും ആ കണ്ണീരാഴത്തിലുള്ള കുടുംബങ്ങളുടെ കഥയോ അവരുടെ കഥനമോ കാണാൻ കാത്തു നിൽക്കാറില്ല എന്നുള്ളതാണ് സമകാലീന ഇന്ത്യയിലെയും കേരളത്തിലെയും ചരിത്രം. അവിടെയാണ് ഇസ്ലാം തുല്യമായ നീതി ഒരു മനുഷ്യന് കിട്ടണമെന്നുള്ളത് കൊണ്ട് അൽ ഹുർറു ബിൽ ഹുർരി, സ്വതന്ത്രന് പകരം സ്വതന്ത്രനും, വൽ അബ്ദു ലിൽ അബ്ദി, അടിമയ്ക്ക് പകരം അടിമയും, അൽ ഐനു ബിൽ ഐനി എന്ന് തുടങ്ങി ഒരു മനുഷ്യൻ്റെ കണ്ണാണെടുത്തെങ്കിൽ അതിന് പകരം തിരിച്ചയാളുടെ കണ്ണെടുക്കാൻ അവകാശം അയാൾക്കുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിയമത്തിൻ്റെയും നീതിയുടെയും സംസ്ഥാപനമാണ് ഇവിടെ സാധ്യമാകുന്നത്. സമൂഹ സുരക്ഷയ്ക്കും വ്യക്തി സ്വാതന്ത്ര്യത്വം സംരക്ഷിക്കപ്പെടാനും തെറ്റുകൾ പിൽക്കാലത്ത് ആവർത്തിക്കപ്പെടാതിരിക്കാനും അതിൻ്റെ അലയൊലികൾ തലമുറകളിലേക്ക് വന്നെത്താതിരിക്കാനുമുള്ള ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ ഒരു മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തെറ്റുകളിൽ നിന്ന് മാറ്റി നിൽക്കാൻ സാധിക്കുന്നത് ഈ ശിക്ഷയുടെ കാഠിന്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക ശിക്ഷാ നിയമത്തിൻ്റെ ഒരു സമഗ്രത ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നത്. ഇതുകൂടി നാം മനസ്സിലാക്കുക. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്. തെറ്റുകൾ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഇസ്തിഗ്ഫാറും തൗബയിലൂടെയും അത് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള മനസ്സുകൂടി നമുക്കുണ്ടാവുക. നാഥൻ നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.